ഹലോ ദീന പ്ലസിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഇതാ കൂർഗിലേക്ക് ഇതാ വൺ ഡേ ട്രിപ്പ് പോക്കാന്ന്. ഇതാ എല്ലാവരും ഇവിടെ പാക്കിങ്ങിലാണ്. അഭിജിത്ത് എന്ന് പറയാനുള്ള ഫുൾ പാക്കിങ്ങിലും കാര്യങ്ങളിലാണ്. ഫുൾ സെറ്റല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റായി. ഇനി ഹോസ്റ്റലിൽ ഗേറ്റ് അടക്കുന്ന മുമ്പേ ഇവിടുന്ന് പുറത്തേക്ക് ചാടണം. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എങ്ങനെയൊക്കെയോ കഴിച്ചലായി. അങ്ങനെ നമ്മൾ പുറത്ത് സ്റ്റേ ചെയ്യുന്ന ഫ്രണ്ടിൻ്റെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് 1 കിലോമീറ്ററോളേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ പുറപ്പെടാം. കാറും കാര്യങ്ങളെല്ലാം പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളെ ജേണി സ്റ്റാർട്ടാക്കും. അങ്ങനെ കൊടകിലേക്കുള്ള ജേണി സ്റ്റാർട്ടായി. വൺ സൈഡ് 160 കിലോമീറ്ററാണ് വരുന്നത്. ഓക്കെ, നമ്മൾ മോർണിംഗ് 3 o'clock ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമുണ്ട്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു ഒരു ലോ സ്പീഡിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്കൊരു 20 കിലോമീറ്റർ പാസ്സായാലോ ഒരു നല്ലൊരു ചായക്കട കിട്ടി. അവിടെ നല്ലൊരു ചായയും ബന്നും പാസ്സാക്കി. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഒന്ന് ഫുൾ ഓണായി. കാറിൽ കയറി നമ്മുടെ വീണ്ടും ജേർണി സ്റ്റാർട്ടായി. അങ്ങനെ കാറിൽ കയറി കുറേ നാട്ടിലെ വിശേഷങ്ങളും ഫ്രണ്ട്സിനെ പറ്റി പോറ്റി പറയലും കോളേജിനെ പറ്റി ടീച്ചേഴ്സിനെ പറ്റി സാധാരണ ഫ്രണ്ട്സ് കൂടിയാലുണ്ടാകുന്ന ടോക്ക്. ഒരു 15 കിലോമീറ്റർ ഇത് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെന്താ കൊടകിൽ പോകുന്നത്? എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് വെച്ചാൽ ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളം ആ ഒരു സർക്കിളായതുകൊണ്ട് ഇവരാരും കൊടക് കണ്ടില്ല. ഓക്കെ, നമുക്കാണെങ്കിൽ വൺ ഡേ ആണ് ലീവ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ കൊടകിലേക്ക് ട്രിപ്പാക്കി. അങ്ങനെ സമയം ഒരു 6:15 കഴിഞ്ഞു. സൂര്യൻ ഇത് ഉദിച്ച് വരുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നല്ലൊരു സ്പോട്ട് ഉണ്ട്. ഓക്കെ, വണ്ടി അവിടെ ചോട്ടി. പിന്നെ ഇവിടെ നിന്ന് സൺറൈസൊക്കെ കണ്ടു. ഓക്കെ, മോർണിംഗ് ബ്രീത്ത് എടുത്തു. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങൾ, വീഡിയോസ്, റീൽസ് അതൊക്കെ ആയി ഇവിടെ ഒരു അരമണിക്കൂർ അങ്ങ് സ്പെൻഡായി. അങ്ങനെ നമ്മളെ ഫസ്റ്റ് സ്പോട്ടായ കൊടകിലെ ഹാങ്ങിങ് ബ്രിഡ്ജിന്മേൽ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കൊടകിലെ ആദ്യത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ്. 1989 ഓപ്പൺ ആക്കിയതാണിത്. പിന്നെ ഇവിടുത്തെ മോർണിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ സ്പോട്ടായ കൂർഗിലെ ഗോൾഡൻ ടെമ്പിളിലാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത്. 1963 ടിബറ്റിൽ നിന്ന് വന്ന പത്മ നർബു റിൻപോച്ചെ ഈ മതം ഇവിടെ സ്ഥാപിച്ചത്. 1959 ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ടിബറ്റിൽ നിന്ന് ഇവിടത്തേക്ക് കുറേ ആൾക്കാർ പലായനം ചെയ്തു. അങ്ങനെ ഇന്ത്യൻ സർക്കാർ ഈ പ്രദേശം ഒരുക്കി കൊടുത്തത്. കൂർഗിലേക്ക് ആര് യാത്ര വന്നാലും ഫസ്റ്റ് ആര് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ. കൂർഗിലെ തന്നെ ഒരു മെയിൻ സഞ്ചാര കേന്ദ്രമാണിത്. പിന്നെ ഇവിടുത്തെ ആ ആചാരവും ഇവരുടെ ആ കൾച്ചറും ഇവരുടെ ആ സ്വഭാവവും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടും. പിന്നെ ഇവിടുത്തെ മെയിൻ ഭയങ്കര ഒരു കാം ആൻഡ് പീസായ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കിട്ടുക. നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയ ഗാർഡനും ഫുള്ള് പച്ചപ്പൊക്കെ നിറഞ്ഞ പല വിധത്തിലുള്ള പൂക്കളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ നമുക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ഒന്ന് കണ്ടോക്കാം. നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നത് ഹരംഗി ഡാം. ഞാൻ ബ്ലോഗ് വരൂലേ? ഇതാട്ടോ നമ്മൾ റെന്റിനെടുത്ത വണ്ടി. അങ്ങനെ നമ്മൾ ഹരംഗി ഡാമിൽ വണ്ടി പാർക്ക് ചെയ്തു. ഇത് താഴോട്ടേക്കുള്ള വഴിയാട്ട കാണുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 10 രൂപ ടിക്കറ്റ് ആയത്. ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. എൻട്രി ചെയ്തു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. ഒരു 100 മീറ്റർ നടക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഹരംഗി ഡാമിൻ്റെ ആ വ്യൂ കിട്ടും. അന്നൊരു പോലെ വരുന്ന വെള്ളത്തിൻ്റെ ആ കാഴ്ച കാണാൻ തന്നെ ഒരു അടിപൊളി ഭംഗിയാണ്. അങ്ങനെ ഒരു ഡാമിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഒരു 1/2 കിലോമീറ്റർ നടക്കണം. ഓക്കെ, അതിനിടയിൽ ഇവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. ഇതാണ് ഹരംഗി ഡാമിൻ്റെ ഒരു ടോട്ടലി വൈഡ്ലി വ്യൂ. ശരിയല്ലേ? എന്താ പറയാനുള്ളത് ഡാമിനെ പറ്റി? കിടിലൻ, അതിഗംഭീരമായി സാഹസികമായിട്ടാണ്. അങ്ങനെ നമ്മൾ നിയർ ഡാം എത്തി. ഓക്കെ, അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഒരു 10-20 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ 4ാമത്തെ സ്ഥലമായ
ചിക്ബല്ലേ റിസോർട്ട് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ വെള്ളം സ്റ്റെപ്പ് പോലെ ആയിട്ട് പോകും. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ വെള്ളം ഇറങ്ങി വരുന്നത്, അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത്. ഈ കാണുന്ന വെള്ളത്തിൽ നമ്മളെ ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങാൻ വിടില്ല. കാരണം സെക്യൂരിറ്റിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ മുതലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാൻ വിടാത്തത്. പിന്നെ ഇവിടെ അടിപൊളി ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, പിന്നെ അതിമ കയറി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, കുറേ കഥ പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ടൈം സ്പെൻഡ് ചെയ്ത്. ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ നോക്കുമ്പോൾ അടിപൊളി വെതറാണ്. മഴ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എത്തി നോക്കുമ്പോൾ നല്ല മഴ കാര്യങ്ങൾ, ഭയങ്കര മഴ. അങ്ങനെ നമ്മൾ ട്രിപ്പിലെ ലാസ്റ്റത്തെ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, മടിക്കേരി ഫോർട്ടിൽ. ഓക്കെ, ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ ഒരു അടിപൊളി വ്യൂ ആണ്. നല്ല മഴ ഉള്ളതുകൊണ്ട് നല്ല കോട കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെ നമ്മൾ മടിക്കേരി ഫോർട്ട് ഒന്ന് റൗണ്ടപ്പ് അടിച്ചു. ഓക്കെ, പിന്നെ ഓരോ സൈഡിൽ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ്. ഒരു സൈഡിൽ നിന്ന് മടിക്കേരി ടൗൺ മൊത്തം കാണാം. മടിക്കേരി ഫോർട്ടിനെ പറ്റി പറയുന്നതെങ്കിൽ നമുക്കൊന്നും അതിപ്പം ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് മോശമായി കിടക്കുന്നതാണ്. പിന്നെ ആ മടിക്കേരി ഫോർട്ട് ഹൈറ്റിലായതുകൊണ്ട് അവിടെ നമ്മൾ വരുമ്പോഴുള്ള ആ വ്യൂവും കാര്യങ്ങളും പിന്നെ ആ ഒരു തണുത്ത കാറ്റും അതൊക്കെയാണ് നമ്മളവിടെ അടിപൊളിയാക്കുന്നത്. അങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ സ്പോട്ടായ അബ്ബി ഫോൾസിലെത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാനിങ്ങിലൂടെ ആക്കിയത്. ഈ ഒരു വെള്ളച്ചാട്ടത്തിനായിട്ട് നമ്മൾ ഒരു 30 കിലോമീറ്റർ എക്സ്ട്രാ ഓടി. ഓക്കെ, ഇനി അതിന് മാത്രം ഉണ്ടോ ഇല്ലെന്ന് നമ്മളവിടെ എത്തിയിട്ട് പറഞ്ഞാൽ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തും തോറും സൗണ്ട് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട്. അബ്ബേ ഫാൾസിൻ്റെ ഒരു റിവ്യൂ പറയുന്നതെങ്കിൽ ഒരു മീഡിയം ഇത്രയേ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയില്ല, ഫുൾ ലോക്കഡാണ്. പിന്നെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ ഒരു വലിയ വെള്ളച്ചാട്ടമാണ്, പക്ഷേ നല്ല തിരക്കുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നുണ്ട്. കിടക്കാൻ അനുവദിക്കും. പോലീസ് കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു 1 ഡേ ട്രിപ്പ് കോടയിൽ നിന്ന്. ഓക്കെ, ജസ്റ്റ് മൈൻഡ് പേര്.